HTC U23 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. HTC U23 സീരീസിൽ രണ്ട് ഫോണിൽ വരുന്നുണ്ട്. HTC U23 അതുപോലെ തന്നെ HTC U23 Proയും. ഇതിൽ പല ഫീച്ചേഴ്സും സെയിം ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTC U23 സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ OLED പാനൽ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ U23 വെയിറ്റ് വരുന്നത് ഏകദേശം 202 ഗ്രാമാണ്. പ്രോ വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാമാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും തിക്നെസ് വരുന്നത് 8.88 mm ആണ്. പിന്നെ രണ്ട് ഫോണുകളിലും IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒഫീഷ്യലായിട്ടുള്ള നല്ലൊരു IP റേറ്റിംഗ് രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. U23 Pro എന്ന ഫോൺ 45,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ രണ്ട് ഫോണുകളിലും 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ U23 ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും ആണ് വരുന്നത്. പ്രോ വെർഷനിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് അവർ പറയുന്നത് വിവേഴ്സ് VR പ്ലാറ്റ്ഫോമായിട്ട് ഈ ഫോണുകൾ കോമ്പാക്റ്റബിൾ ആണ്. വിവേഴ്സ് ആപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. VR ഹെഡ്സെറ്റിലൊക്കെയാണ് ഇപ്പം HTC കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോണുകൾ അവർ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളും തമ്മിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. ഇതിൽ HTC U23 64 MP മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പ്രോ വെർഷനിലോട്ട് വരുമ്പം 108 MP f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8 MP f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ U23 Proയിൽ എക്സ്ട്രാ ആയിട്ട് 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ഫോണുകളിലും 32 MP f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള 4600 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഫോണുകളിലും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ട് ഫോണുകളിലും Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ തൈവാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ U23 വില അവർ ഇപ്പം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ U23 Proയുടെ വില അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തൈവാനിൽ U23 Proയുടെ വില വരുന്നത് ഏകദേശം 45,700 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി സെറ്റപ്പും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IP67 റേറ്റിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നത് പ്രോസസ്സർ എന്നുള്ള കാര്യം മാത്രമാണ്. ഇനി ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. HTC അധികം ഫോണുകളൊന്നും ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. അവർ മൊത്തത്തിൽ തന്നെ അധികം ഫോൺസ് ഒന്നും ഇപ്പം ലോഞ്ച് ചെയ്യാറില്ല. പിന്നെ ചിലപ്പം ഈ ഫോണുകൾ പല രാജ്യങ്ങളിലായിട്ട് എത്തിയേക്കാം. യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ US ആയിട്ട് എത്തിയേക്കാം. എന്തായാലും കറക്റ്റ് കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും HTC U23 സീരീസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ വിവേഴ്സ് VR പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു VR എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും HTC U23 സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.